ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ പണികളൊക്കെ ഒരുങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് മക്കളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ കല്യാണത്തിന് പോവാണ് കേട്ടോ. വെങ്കുളത്താണ് കല്യാണം, അമ്മായിയുടെ പേരക്കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോണത് കേട്ടോ. നിക്കാഹ് ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ നിൽക്കാണ്ട് പോവാണ്. പിന്നെ ചെക്കൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടീനോട് കല്യാണം വൈകുന്നേരമാണ് കേട്ടോ. അത് കുണ്ടോട്ടിയിലാണ്. ഞങ്ങൾ അവിടുന്ന് കുറേ പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടാണ് പോണത്. രാവിലെ തന്നെ 10:30 മണിക്ക് തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. മക്കളെല്ലാവരും ഇതാ റെഡി ആയിക്കണ്, എല്ലാവരും ഇറങ്ങിയിരിക്കണ്. പക്ഷെ അവരൊക്കെ യാത്രയിലാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണതൊന്നും കണ്ടിട്ടില്ല. അച്ചുട്ടി ഇതാ ഓക്ക് ഇഷ്ടപ്പെട്ട ഷാളുള്ളൊരു ചുരിദാർ ഓർഡർ ചെയ്ത് അങ്ങനെ ആ ചുരിദാറൊക്കെ ഇട്ടാണ് എൻ്റെ അച്ചുട്ടി പോണത് കേട്ടോ. പിന്നെ പോരാ നേരം അപ്പച്ചി മിഠായിയൊക്കെ വാങ്ങിച്ച് അതും നിൽക്കണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിക്കണം. അനിയത്തിയും ഉമ്മയൊക്കെ അവിടെ നിന്ന് പോയി നിൽക്കണമെന്ന് പറഞ്ഞ് ഒരു 10:30 മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. വല്ലാതെ ദൂരമൊന്നുമില്ല, ഞങ്ങൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഏതായാലും കല്യാണത്തിന് പോകുന്ന തിരക്കാണ് കേട്ടോ. അങ്ങനെ ഇതാ സുൽത്താന ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ. സുൽത്താന ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം കേട്ടോ. അപ്പോൾ അവിടെ എത്തി ഞങ്ങളെല്ലാവരും അനിയത്തി ഉണ്ടായിരുന്നു, ഓളെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇക്കും ആൺകുട്ടികളും ഇക്കാടെ കൂടെ പോയി. ഞാനും പൊന്നും അച്ചുമാണ് എൻ്റെ കൂടെ ഉണ്ടാവുക കല്യാണത്തിന് പോകുമ്പോൾ. മറ്റുള്ള ആൺകുട്ടികളൊക്കെ ഇക്കാൻ്റെ കൂടെ പോകട്ടോ ചോറുന്നാനൊക്കെ. അപ്പോൾ അങ്ങനെ ചെന്നേക്കാൻ എൻ്റെ അച്ചുട്ടിക്ക് വെള്ളം വേണം. നല്ല മുന്തിരി ജ്യൂസും ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിളാണ് തോന്നുന്നു. ഞാൻ മുന്തിരി ജ്യൂസാണ് കേട്ടോ കഴിച്ചത്. എൻ്റെ അച്ചുട്ടി മറ്റേ ജ്യൂസ് കൊടുത്തിക്കണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ചെക്കനൊക്കെ നിക്കാഹ് കഴിഞ്ഞ് ഫോട്ടോ എടുക്കലാണ് കേട്ടോ. പെണ്ണും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കലാണ്, ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുക ഷൂട്ട് ചെയ്യണ തിരക്കാണ്. ഇതാണ് കേട്ടോ പുതിയണ്ണ്. അപ്പോൾ പുതിയണ്ണിനൊക്കെ കണ്ട് ഞങ്ങൾ മേലെ പോയിരുന്നു കേട്ടോ. മേലെയാണ് പെണ്ണുങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവരെയും കണ്ട് നമ്മുടെ കുടുംബക്കാരെയും അമ്മായികളെ മരക്കളെയും എല്ലാവരെയും കണ്ട് എല്ലാവരോടും സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അവിടെ മേലെ നിന്നാൽ നന്നായിട്ട് തന്നെ കാണാം കേട്ടോ. അടിയിലെ സ്റ്റേജും അടിയിലെ ഇതൊക്കെ നന്നായിട്ട് തന്നെ കാണാം. അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ചെക്കനും ഫ്രണ്ട്സും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കാണ് കേട്ടോ. എൻ്റെ അച്ചുട്ടി ഇതാ പിന്നെ അച്ചുട്ടി നിന്ന് അടങ്ങി ഒതുങ്ങി എൻ്റെ അടുത്ത് തന്നെ ഇരുന്നിക്കണം. ഇപ്പച്ചിൻ്റെ അടുത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ഇപ്പച്ചി അവിടെ അപ്പുറത്താണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ചോറുന്നാനൊക്കെ വിളിക്കൽ തുടങ്ങിക്കണം കേട്ടോ. ചോറുന്നാനൊക്കെ അയക്കണ്. അപ്പോൾ ഞാനും മക്കളും കൂടി ചോറുന്നാനായിട്ട് പോവാണ് കേട്ടോ. വന്ന് കുറച്ചൊരു 11:30 മണിയായപ്പോഴത്തേന് ചോറൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നല്ല കുഴിമന്തി ഉണ്ടായിരുന്നു, നല്ല കുട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ കുഴിമന്തിയാണ് കേട്ടോ കഴിച്ചത്, ബിരിയാണിമൊക്കൊന്നും പോയിട്ടില്ല. പിന്നെ ചോറ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ എൻ്റെ അച്ചുട്ടിയൊക്കെ ചോറ് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അനിയത്തി മോരെല്ലാവരും അപ്പുറത്തുണ്ട്. അപ്പോൾ എല്ലാവരും ആരും വീഡിയോയിലൊന്നും പെടുത്താൻ അയക്കില്ല. കുടുംബക്കാരൊന്നും വീഡിയോയിലൊന്നും വരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ ആരെയും കാണിക്കാത്തത്. അങ്ങനെ ചോറുന്നലൊക്കെ കഴിഞ്ഞ് നമ്മൾ മധുരമുള്ള മിഠായിയൊക്കെ ഉണ്ടായിരുന്നു ചുട്ട് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ന്യൂസ് മറന്നു ഓളെ മറന്നിട്ട് അപ്പോൾ അങ്ങനെ ഇതാ ചോറുന്നലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരും കൂടെ നിന്ന് ഉമ്മാനെയും അനിയത്തിയാളുടെ കൂടെയും കുറച്ച് നേരം ഇപ്പിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ നിന്ന് ആരും വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കൂല കേട്ടോ. അതാണ് ആരും വീഡിയോയിൽ കാണിക്കാത്തത്. പിന്നെ ഇതാ പുതിയ ചെക്കനും പെണ്ണൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ ഞാനും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ്. പിന്നെ അച്ചൂട്ടിനോട് ഞാൻ പറഞ്ഞ പെണ്ണിൻ്റെ കൂടെ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അച്ചൂട്ടിക്ക് ഭയങ്കര മടിയിട്ട് അച്ചൂട്ടി അടുത്തേക്ക് പോയില്ല. അങ്ങനെ കുറച്ച് നേരം നമ്മളെ അനിയത്തിൻ്റെ ഫെമിക്കുട്ടിയാണ്, അനിയത്തിൻ്റെ മോളാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയിട്ടാണ്, ഞാനും മക്കളും കൂടി മടങ്ങി. അവർക്ക് വേങ്ങരക്ക് പോകാനായിരുന്നു പൂതിയിട്ടാണ്. കുറേ തിരക്കൂടി വേങ്ങരക്ക് പോകട്ടെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെരീക്ക് തന്നെ മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ആക്കുക കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. ബൈ.